ദേവമംഗല ആസ്ട്രോമീഡിയയിലേക്ക് സ്വാഗതം. പുണർന്ന നക്ഷത്രക്കാരുടെ 2026 ജൂലൈ ഓഗസ്റ്റ് മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഈ ജൂലൈ ഓഗസ്റ്റ് മാസം അത്ര ശോഭനമായി കാണുന്നില്ല. പുണർതം 1, 2, 3 പാദം മിഥുനൻ രാശിയിലും 4-ാം പാദം കർക്കിടകൻ രാശിയിലും വരുന്നു. മിഥുനക്കൂറുകാർക്ക് ഈ വർഷക്കാലം മുഴുവൻ കണ്ടകശനി തുടരുന്നു. കർക്കിടകക്കൂറുകാർക്ക് ശനി 9-ലും തുടരുന്നു. ഈ രണ്ടു സ്ഥിതിയും പല ദോഷഫലങ്ങളും കഷ്ടനഷ്ടങ്ങളുമായിരിക്കും നൽകുക. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള സ്ഥിതിയും ഗുണകരമല്ലാത്തതിനാൽ ദോഷപരിഹാരമായി ശനിപ്രീതികരമായ കർമ്മങ്ങളും വ്യാഴപ്രീതികരമായ കർമ്മങ്ങളും കുടുംബ പരദേവതാഭജനവും നക്ഷത്രനാഥനായ ഗുരുവിനെയും ഭജിക്കുക. മാസഫലത്തിലേക്ക് നോക്കുമ്പോൾ കുടുംബത്തിൽ പലവിധ ക്ലേശങ്ങളും അസ്വസ്ഥതകളും ഉടലെടുത്തേക്കാം. ദാമ്പത്യബന്ധം സംഘർഷം നിറഞ്ഞതാകും. സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനായി വരുമാനം തികയാതെ വന്നേക്കാം. പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉടലെടുക്കാൻ ഇടവരും. സഹോദരങ്ങളിൽ നിന്നും എതിർപ്പുകളും ഉറ്റവർ സ്വാർത്ഥ താൽപര്യത്തിനായി തള്ളിപ്പറയാനും ഇടവന്നേക്കാം. ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ നിന്നും വിപരീത അനുഭവങ്ങളുണ്ടാകും. അതുമൂലം മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാനിടയുള്ളതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ അനിവാര്യമാണ്. ജീവിതവുമായി പൊരുത്തപ്പെട്ടു പോകാൻ നന്നേ കഷ്ടപ്പെടേണ്ടി വരും. വീട്ടിൽ നിന്നും മാറി താമസിക്കാനോ അകന്നു താമസിക്കാനോ സാഹചര്യം വന്നേക്കാം. യാത്രകളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുവകൾ നഷ്ടപ്പെടാൻ ഇടവരും. മാസാന്ത്യത്തോടെ കാര്യങ്ങൾ കുറച്ചൊക്കെ മെച്ചപ്പെടും. എതിർപ്പുകളെയും അപ്രതീക്ഷിതമായുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കാൻ കഴിയും. കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രതീക്ഷിച്ച സഹകരണം കിട്ടിയെന്ന് വരില്ല എങ്കിലും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉദാസീനതയും താൽപ്പര്യക്കുറവും അനുഭവപ്പെടും. പൊതുരംഗത്തും കാർഷിക രംഗത്തും ചെറുകിട കച്ചവടക്കാർക്കും പ്രതീക്ഷിച്ച ഫലം കിട്ടിയെന്ന് വരില്ല.